ഹായ് സ്റ്റുഡൻസ്, നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് വളരെ ചെറിയ ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോയിൽ കുട്ടികൾക്കും അതുപോലെ രക്ഷിതാക്കൾക്കും ഉപകാരപ്പെടുന്ന രീതിയിലുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി അല്ലെങ്കിൽ കുസാറ്റ് എന്ന് പറയും. കേരളത്തിലെ തന്നെ ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റികളിൽ വരുന്നൊരു യൂണിവേഴ്സിറ്റിയാണ് കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നമുക്ക് പഠിക്കാൻ പറ്റുന്ന കോഴ്സുകൾ UG കോഴ്സുകളുണ്ട്, അതുപോലെ PG കോഴ്സുകളുണ്ട്, അതുപോലെ PhD നമുക്ക് അവിടുന്ന് ചെയ്യാൻ പറ്റും. PhD ഡിപ്പാർട്ട്മെന്റുകൾ, റിസർച്ച് ഡിപ്പാർട്ട്മെന്റുകൾ അവിടെയുണ്ട്. ഓക്കെ, അവിടുത്തെ 2025 അക്കാഡമിക് ഇയറിന്റെ ആപ്ലിക്കേഷൻ വിളിച്ചിട്ടുണ്ട്. നമ്മൾ അവിടെ എൻട്രൻസിന് അപ്ലൈ ചെയ്യണം. അപ്ലൈ ചെയ്തിട്ട് എൻട്രൻസ് എക്സാം എഴുതി റാങ്ക് ലിസ്റ്റിൽ വരികയാണെങ്കിൽ നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റും? അഡ്മിഷൻ എടുത്ത് പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട വളരെ കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. കാരണം ആപ്ലിക്കേഷൻ വിളിച്ചിട്ടുണ്ട്. ഫെബ്രുവരി 6 തീയതി യൂണിവേഴ്സിറ്റി സൈറ്റിൽ ആപ്ലിക്കേഷന്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അത് എൻഡ് ചെയ്യുന്നത് മാർച്ച് 3 തീയതിയാണ്. മാർച്ച് 3, 2025 ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് വെച്ചിരിക്കുന്നത്. ബട്ട് പ്ലസ് ടു കഴിഞ്ഞ കുട്ടികൾക്ക്, അതായത് പ്ലസ് ടു കഴിഞ്ഞ കുട്ടികൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കോഴ്സുകൾ ഉണ്ട്. നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത് പ്ലസ് ടു കഴിഞ്ഞ കുട്ടികൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന UG കോഴ്സുകളെ കുറിച്ചിട്ടാണ് നമ്മളിവിടെ പറയുന്നത്. അപ്പോൾ പ്ലസ് ടു കഴിഞ്ഞ കുട്ടികൾക്ക് മെയിൻ ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് BTech ആണ്. എഞ്ചിനീയറിംഗ് കോഴ്സുകളാണുള്ളത്. റെഗുലർ ആയിട്ട് 8 സെമസ്റ്റർ ആയിട്ട് വരുന്ന കോഴ്സാണ്. അപ്പോൾ ആ കോഴ്സിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പല ബ്രാഞ്ചസ് ഇവിടെ അവർ പറയുന്നുണ്ട്. അതിൽ ഒന്നാമത്തത് സിവിൽ എഞ്ചിനീയറിംഗ് ആണ്. പിന്നെ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് ഉണ്ട്, അതുപോലെ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ഉണ്ട്, അതുപോലെ ഇൻഫർമേഷൻ ടെക്നോളജി IT എന്ന് പറയുന്നത്, അതുപോലെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഉണ്ട്, അതുപോലെ സേഫ്റ്റി ആൻഡ് ഫയർ എഞ്ചിനീയറിംഗ് ഉണ്ട്, അതുപോലെ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് ഉണ്ട്, അതുപോലെ മറൈൻ എഞ്ചിനീയറിംഗ് ഉണ്ട്, നാവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് എന്ന് പറയുന്ന എഞ്ചിനീയറിംഗ് കോഴ്സ് ഉണ്ട്, അതുപോലെ പോളിമർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഉണ്ട്, അതുപോലെ ഇൻസ്ട്രുമെന്റേഷൻ ആൻഡ് കൺട്രോൾ എഞ്ചിനീയറിംഗ് ഉണ്ട്. ഇത്രയും കോഴ്സുകളാണ് നമുക്ക് എഞ്ചിനീയറിംഗ് സ്ട്രീമിൽ അതുപോലെ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗിൽ നമുക്ക് അപ്ലൈ ചെയ്ത് പഠിക്കാൻ പറ്റുന്ന കോഴ്സുകൾ. ഇത്രയും കോഴ്സുകളാണ് വരുന്നത്. അതുപോലെ പിന്നെയുള്ളത് MSc ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാം ആണ്. അതായത് നമ്മൾ സാധാരണ കേട്ടിട്ടുണ്ടാവും, നമ്മൾ സാധാരണ ഒരു PG എടുക്കുന്നത് ഡിഗ്രി, അതിനുശേഷം 2 വർഷത്തെ PG ഒക്കെയാണ് നമ്മൾ ചെയ്യാറ്. പക്ഷെ ഇവിടെ എന്താണ്, പ്ലസ് ടു കഴിഞ്ഞ കുട്ടികൾക്ക് നേരെ ഇന്റഗ്രേറ്റഡ് 5 ഇയർ MScക്ക് പഠിക്കാൻ പറ്റും. അപ്പോൾ ആ 5 ഇയർ MScക്ക് പറയുന്നത് 5 ഇയർ MSc കോഴ്സുകളുള്ളത് 5 ഇയർ ഇന്റഗ്രേറ്റഡ് MSc ഇൻ ഫോട്ടോണിക്സ് ആണ്. ഫോട്ടോണിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റിൽ എന്തുണ്ട്, 5 ഇയർ ഇന്റഗ്രേറ്റഡ് MSc കോഴ്സ് ഉണ്ട്. അതുപോലെ കമ്പ്യൂട്ടർ സയൻസ്, അതായത് ഏറ്റവും ട്രെൻഡിങ് ആയിട്ട് ഇപ്പൊ ഏറ്റവും കൂടുതൽ ആൾക്കാർ സംസാരിക്കുന്ന ഒരു കോഴ്സാണ് AI ആൻഡ് ഡാറ്റ സയൻസ് എന്ന് പറയുന്നത്. അതും ഇന്റഗ്രേറ്റഡ് MSc ഫോമിൽ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ നമുക്ക് പഠിക്കാൻ പറ്റും. അതുപോലെ 5 ഇയർ ഇന്റഗ്രേറ്റഡ് MSc ഇൻ മാത്തമാറ്റിക്സ് ഉണ്ട്, അതുപോലെ എന്തുണ്ട്, സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട്, അതുപോലെ ഫിസിക്സ് ഉണ്ട്, അതുപോലെ കെമിസ്ട്രി ഉണ്ട്, ബയോളജിക്കൽ സയൻസ് ഉണ്ട്, അതുപോലെ എൻവയോൺമെന്റൽ സയൻസ് ആൻഡ് ടെക്നോളജി ഉണ്ട്. ഇത്രയും ഇന്റഗ്രേറ്റഡ് 5 ഇയർ MSc കോഴ്സുകൾ നമുക്ക് അവിടെ പഠിക്കാൻ വേണ്ടി പറ്റും. പ്ലസ് ടു കഴിഞ്ഞ് നമ്മൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ 5 വർഷം കഴിയുമ്പോഴേക്ക് നമുക്ക് 5 ഇയർ MSc, അതായത് ഡിഗ്രിയും പ്ലസ് എന്താണ് MSc കോഴ്സ് അവിടെ നമുക്ക് കംപ്ലീറ്റ് ചെയ്ത് ഇറങ്ങാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെയുള്ള ലോ പ്രോഗ്രാമുകളാണ്. അതിൽ 5 വർഷത്തെ BBA LLB പ്രോഗ്രാം ഉണ്ട്, അതുപോലെ BCom LLB പ്രോഗ്രാം ഉണ്ട്, അതുപോലെ BSc LLB കമ്പ്യൂട്ടർ സയൻസ് പ്രോഗ്രാമും എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ നമുക്ക് കുസാറ്റിൽ പഠിക്കാൻ പറ്റും. അതുപോലെ MCA ഇന്റഗ്രേറ്റഡ് 5 ഇയർ MCA പഠിക്കാൻ പറ്റും. സാധാരണ നമ്മൾ MCA വേറൊരു ടൈപ്പിൽ നമ്മൾ സാധാരണ കാണാറുണ്ട്. ആ MCA എന്ന് പറയുന്നത് നമ്മൾ ഏതെങ്കിലും സയൻസ് സബ്ജക്റ്റിലോ ഏതെങ്കിലും ഡിഗ്രി എടുത്തതിന് ശേഷം എന്ത് ചെയ്യാണ്, MCA എടുക്കാറുണ്ട് 3 വർഷത്തത്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് ചെയ്യാം, 5 ഇയർ ഇന്റഗ്രേറ്റഡ് MSc ആയിട്ട് നമുക്ക് MCA ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കോഴ്സ് പഠിക്കാൻ പറ്റും. അതുപോലെ BVOC ഉണ്ട്, 3 ഇയർ ഡിഗ്രി പ്രോഗ്രാമിംഗ് ബിസിനസ് പ്രോസസ് ആൻഡ് ഡാറ്റ അനലിറ്റിക് എന്ന് പറയുന്ന BVOC കോഴ്സും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇത് നമ്മൾ അപ്ലൈ ചെയ്യണമെങ്കിൽ, ഈ കോഴ്സിലേക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ നമ്മൾ കുസാറ്റിന്റെ വെബ്സൈറ്റിലേക്ക് പോകണം. അതായത് admission.kusatac.in എന്ന് പറയുന്ന വെബ്സൈറ്റിൽ പോയാൽ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു പ്രോസ്പെക്ടേഴ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ പ്രോസ്പെക്ടേഴ്സിലാണ് ഈ കാര്യങ്ങളൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്തിരിക്കുന്നത്, പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കോഴ്സ് കംപ്ലീറ്റ് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ആ കാര്യം ഒന്ന് നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. ഓക്കെ, അവിടെ ഫീ ഉള്ളത് ജനറൽ കാറ്റഗറി ഞാൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത് SSC ST ഒഴികെ ബാക്കി വരുന്ന കാറ്റഗറിയിൽ വരുന്ന കുട്ടികൾക്ക് മാക്സിമം ടെസ്റ്റ് കോഡ് 2 എണ്ണം, അതായത് ഇവിടെ നമ്മളൊരു എഞ്ചിനീയറിംഗും ഒരു 5 ഇയറിൻ്റെതും ആയ 2 ആയി. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യണം, നമുക്ക് എല്ലാ കോഴ്സുകൾക്കും എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ മാക്സിമം 2 ടെസ്റ്റ് കോഡുകൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് 1500 ആണ് വരുന്നത്. പിന്നെ അഡീഷണലി നമ്മൾ കോഴ്സുകൾ അതിൻ്റെ കൂടെ ഇപ്പോൾ മൂന്നാമതൊരു കോഴ്സ് ടെസ്റ്റ് കോഡിന് അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ, മൂന്നാമതൊരു കോഴ്സിന് എൻട്രൻസിന് അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, 500 രൂപയാണ് അഡീഷണലി ഓരോ ടെസ്റ്റ് കോഡിനും വേണ്ടി കൊടുക്കേണ്ടത്. പിന്നെ അതുപോലെ SSC ST കാറ്റഗറിയിൽ വരുന്ന കുട്ടികൾക്ക്
ആപ്ലിക്കേഷൻ ഫീ എന്ന് പറയുന്നത് 750 രൂപയാണ്. അതുപോലെ അവർ അഡീഷണൽ ടെസ്റ്റ് കോഡുകൾ, അഡീഷണൽ എക്സ്ട്രാ കോഴ്സുകൾ എന്ത് ചെയ്യുക അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ, ആപ്ലിക്കേഷൻ കൊടുക്കണമെങ്കിൽ പെർ ടെസ്റ്റ് എന്ത് ചെയ്യാണ് 250 രൂപയാണ് നമ്മൾ അതിന്റെ ടെസ്റ്റ് കോഡായിട്ട് കൊടുക്കേണ്ടത്. എൻട്രൻസ് എക്സാം ആണ് ഉണ്ടാവുക. ഓക്കെ. അതുപോലെ അവിടെ 3 ക്യാമ്പസുകളിലായിട്ടാണ് കൊച്ചിൻ യൂണിവേഴ്സിറ്റി എന്ത് ചെയ്യുന്നത് കോഴ്സുകൾ ഓഫർ ചെയ്യുന്നത്. ഒന്നാമത്തത് മെയിൻ ക്യാമ്പസ്, ക്യാമ്പസ് 1. നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് അവിടെ എന്ത് ചെയ്യുന്നുണ്ടാവും, പ്രിഫർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ടാവും. അപ്പോൾ അവിടെ മെയിൻ ക്യാമ്പസ് എന്ന് പറയുന്നത് കളമശ്ശേരിയാണ് വരുന്നത്. ആലുവയ്ക്കും അതുപോലെ എറണാകുളത്തിനും ഇടയിൽ വരുന്ന അവിടെയാണ് മെയിൻ ക്യാമ്പസ് വരുന്നത്. ഇത് ക്യാമ്പസ് 1 ആയിട്ടും, അതുപോലെ കുട്ടനാട് ക്യാമ്പസ് ഉണ്ട്, CUCK എന്ന് പറയുന്ന ക്യാമ്പസ് 2 ആണ്. ഇത് ആലപ്പുഴ ഡിസ്ട്രിക്റ്റിലാണ് വരുന്നത്. പിന്നെയുള്ളത് ലേക്ക് സൈഡ് ക്യാമ്പസ് ഉണ്ട്, അത് എറണാകുളം ഡിസ്ട്രിക്റ്റിൽ തന്നെയാണ് വരുന്നത്. മറൈൻ ഡ്രൈവിന്റെ സൈഡിലാണ് എന്ത് ചെയ്യുന്നത് വരുന്നത്. 3 ക്യാമ്പസുകളിലായിട്ടാണ് ഇത്രയും കോഴ്സുകൾ ഓഫർ ചെയ്യുന്നത്. അപ്പൊ ഒരു +2 കഴിഞ്ഞ ഒരു കുട്ടിക്ക് ഇത്രയും കോഴ്സുകളാണ് കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി, നമ്മുടെ കേരളത്തിൽ തന്നെ ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റിയിലെ ഇത്രയും കോഴ്സുകൾ എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, ലാസ്റ്റ് ഡേറ്റിന് മുന്നേ അല്ലെങ്കിൽ ലാസ്റ്റ് ഡേറ്റിന്റെ അടുപ്പിച്ചിട്ട് അപ്ലൈ ചെയ്യാൻ നിൽക്കരുത്. എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യുക. കാരണം +2ന്റെ എക്സാം ഒക്കെ മാർച്ച് മാസമാണ് വരുന്നത്. അപ്പോൾ ചിലപ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ചൊന്നും ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ എക്സാം ഒക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്ക് കുസാറ്റിന്റെ ആപ്ലിക്കേഷൻ ഒക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ പിന്നീട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റൂല. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, മറക്കാതെ അപ്ലൈ ചെയ്യുക.